സംവിധായകൻ, തിരക്കഥാകൃത്ത്, ഡയറക്ടർ, നിർമ്മാതാവ്, അങ്ങനെ നടൻ, അങ്ങനെ നിരവധി മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച ഒരാളാണ് രഞ്ജിത്ത്. അദ്ദേഹത്തിനെതിരെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഒരു നടി നൽകിയിരുന്നു. പിന്നീട് ഒരു യുവാവ് രംഗത്ത് വന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്ന് ഒരു റിപ്പോർട്ട് പുറത്തു വന്നു. ആ കേസ് തള്ളിപ്പോയി. ഒരു യുവാവ് നൽകിയ കേസ്, അതായത് 2012 തന്നെ രഞ്ജിത്ത് പീഡിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷെ ആ ഹോട്ടൽ തുടങ്ങിയത് 2016. അപ്പൊ തന്നെ ആ യുവാവിന്റെ വാദങ്ങൾ പൊളിഞ്ഞു. യഥാർത്ഥത്തിൽ അന്ന് ചാനലുകളൊക്കെ രഞ്ജിത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തി. വലിയ തരത്തിൽ വിമർശനങ്ങൾ, രഞ്ജിത്തിനെ സോഷ്യൽ മീഡിയയിൽ വലിയ ട്രോളുകൾ, വലിയ രീതിയിൽ രഞ്ജിത്ത് അതുമായി ബന്ധപ്പെട്ട് നാണം കെടേണ്ട ഒരു അവസ്ഥയുണ്ടായി. പക്ഷേ ഈ കോടതിയിൽ നിന്ന് ഈ കേസ് തള്ളിക്കളഞ്ഞു എന്നുള്ള റിപ്പോർട്ട് വന്നിട്ട് ഒരു മാധ്യമങ്ങളും അതായത് ഇതിൽ വാർത്തയില്ല. പീഡിപ്പിച്ചാൽ മാത്രമേ അത് റേറ്റിംഗിൽ മുന്നോട്ട് പോകൂ, അത് മാത്രമാണ് വാർത്ത. പീഡനം നടന്നിട്ടില്ല എന്ന് തെളിഞ്ഞാൽ അത് വാർത്തയല്ല, അത് റേറ്റിംഗ് ആവത്തില്ല, അത് ചർച്ച ചെയ്യപ്പെടത്തില്ല എന്നുള്ളത് കൊണ്ട് ഇത് വലിയ രീതിയിൽ ചർച്ചയാക്കിയവർ ഇത് മുക്കുന്ന ഒരവസ്ഥയിലാണ്. ഇതിനെങ്ങനെ കാണാൻ കഴിയും നമുക്ക്? അത് മറ്റൊരു സംഗതി കൂടിയുണ്ട്, പറയാൻ വിട്ടുപോയ സംഗതി. അദ്ദേഹം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിരുന്ന സമയത്ത് നടന്ന നമ്മുടെ ഫിലിം ഫെസ്റ്റിവൽ, ആ സമയത്തും വലിയ പ്രശ്നങ്ങളുണ്ടായി. അതായത് പ്രസംഗിക്കാൻ വന്നപ്പോൾ കൂവലായിരുന്നു അദ്ദേഹത്തിനെതിരെ. വലിയ വിമർശനങ്ങൾ സമൂഹത്തിൽ നേരിട്ട ഒരു മികച്ച സംവിധായകനും മികച്ച നടനും ഒക്കെയാണ്. അദ്ദേഹത്തിന്റെ പല സിനിമകളും നമ്മൾ ഇപ്പോഴും ഓർത്തിരിക്കുന്ന, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ചന്ദ്രോത്സവമാണ് അദ്ദേഹത്തിന്റെ. എത്ര കണ്ടാലും മതി വരാത്ത സിനിമ. ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഒരു തിരക്കഥാകൃത്ത് കൂടിയാണ്. കാര്യം ഇപ്പൊ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ കാലമാണല്ലോ. അപ്പൊ അദ്ദേഹം പണ്ട് എഴുതി വെച്ചതല്ല ഇപ്പൊ ദേവാസുരം പോലെയുള്ള സിനിമയോ അല്ലെങ്കിൽ രാവണപ്രഭുവോ അതൊക്കെ ഇപ്പൊ അങ്ങ് ഡൈജസ്റ്റ് ആവില്ല. അത് അതിന്റെ കാലഘട്ടത്തിന്റെ മാറ്റമാണ്. പക്ഷെ അതേപോലെ തന്നെ രഞ്ജിത്ത്, നമ്മൾ ഒരു കാലത്ത് വളരെ ആരാധ്യനായി കണ്ടിരുന്ന രഞ്ജിത്തിനെ അതേപോലെ ഒരു സമൂഹം ഒരു കാലത്ത് എടുത്ത് ഇട്ട് അവഹേളിച്ചു, ചവിട്ടി തേച്ചു. ശരിക്കും നമുക്ക് ഈ കേസിന്റെ വിശദാംശങ്ങൾ ആദ്യം കൊടുക്കണം. അതായത് 2012 എയർപോർട്ടിനടുത്തുള്ള, അതായത് ബാംഗ്ലൂർ എയർപോർട്ടിനടുത്തുള്ള താജ് ഹോട്ടലിൽ വെച്ച് തന്നെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന് പറഞ്ഞിട്ട് ഒരു കോഴിക്കോട് ആയിട്ടുള്ളൊരു പയ്യൻ കൊണ്ടു കൊടുത്ത ഒരു പരാതിയാണ് കർണാടക ഹൈക്കോടതി. മാത്രമല്ല, അയാളുടെ ആരോപണത്തിൽ ഇക്കാര്യം രഞ്ജിത്ത് തന്റെ വനിതാ സുഹൃത്തിനെ വിളിച്ച് പറയുകയും ചെയ്തു. അയാളുടെ മുന്നിൽ വെച്ച് വനിതാ സുഹൃത്തിനെ വിളിച്ചു എന്നാണ് പറയുന്നത്. വീഡിയോ കോൾ ചെയ്തു, ഫോട്ടോ കണ്ടിട്ട് പിന്നെ ഇയാളെ വിളിച്ചു വരുത്തി എന്നൊക്കെയാണ് ഇയാൾ അന്ന് പറഞ്ഞിരുന്നത്. അതെ. അപ്പോ ഈ കോടതി ചോദിച്ച, അല്ലെങ്കിൽ കോടതിയിൽ രഞ്ജിത്ത് ചലഞ്ച് ചെയ്തൊരു സാധനം 2012 നടന്നൊരു സംഭവം 12 വർഷങ്ങൾക്ക് ശേഷം പരാതി നൽകുന്നതിൽ കഴമ്പില്ല, അങ്ങനെ ഒരു സംഭവമില്ല, ഇത് ആസൂത്രണം ചെയ്ത പരാതിയാണെന്നാണ്. അത് പക്ഷേ കോടതി ഫയൽ സ്വീകരിച്ചിട്ടാണ് ഈ FIR റദ്ദ് ചെയ്തത്. FIR റദ്ദ് ചെയ്തതോടുകൂടി ആ കേസ് ക്യാൻസലായി, അതിൽ രക്ഷപ്പെട്ടു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പല ആളുകൾക്കെതിരെയും ആരോപണങ്ങളുണ്ട്. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന് പറഞ്ഞിട്ട് സംവിധായകനെതിരെ അല്ലെങ്കിൽ ഒരു സിനിമയുമായി റിലേറ്റ് ചെയ്ത ഒരാൾക്കെതിരെ പരാതിയായിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഭയങ്കര ചർച്ചയായ ഒരു സംഭവമാണ്. പക്ഷേ ഇന്നലെ ഈ ധന്യ പറഞ്ഞതുപോലെ ഇങ്ങനെ ഈ കേസ് റദ്ദാക്കി FIR റദ്ദ് ചെയ്തതിന് ശേഷം അത് മാധ്യമങ്ങൾ ഒരു സ്ക്രോളിൽ മാത്രം ഒതുക്കി അവിടെ അവസാനിപ്പിച്ചു എന്നുള്ളതാണ് അവസ്ഥ. അവർക്ക് അന്തിചർച്ചയോ അതായത് ഈ മീറ്റു ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുടെ ക്രെഡിബിലിറ്റി ഒരു പ്രശ്നമാണ്. ഏതോ ഒരു കാലത്ത് എന്തോ നടന്നു എന്നും പറഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ അവതരിക്കുക, ആരോപണം ഉന്നയിക്കുക, പിന്നെ ഈ ആരോപണം ഉന്നയിച്ചവരെ പിന്നെ മഷിയിട്ട് നോക്കിയാൽ കാണത്തില്ല. ചിലർ ആ ആരോപണം പിൻവലിച്ച് ഓടിയവരുണ്ട്. എന്താണ് ഇതിന്റെ രസകരമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2012 എയർപോർട്ടിനടുത്തുള്ള താജ് ഹോട്ടൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് പരാതി. 2016 അവിടെ താജ് ഹോട്ടൽ ആരംഭിക്കുന്നത്. അവിടെ അതാണ് രഞ്ജിത്ത് ആദ്യം ചലഞ്ച് ചെയ്തത്. രഞ്ജിത്ത് ആദ്യം ചലഞ്ച് ചെയ്യുന്നതാണ്. അവൻ ആ പറഞ്ഞ അന്ന് മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ കൊടുത്ത ബൈറ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഫ്രണ്ടിൽ കൂടെ കയറണ്ട, ബാക്കിൽ കൂടെ കയറിയാൽ മതി പറഞ്ഞിട്ട് അതിന്റെ ഫയർ എക്സിറ്റ് വഴിയാണ് ഞാൻ പറഞ്ഞിട്ട് ഭയങ്കര ആ സംഭവം വന്നതെന്ന് അന്ന് തന്നെ കുറച്ച് രഞ്ജിത്തിന് അറിയാവുന്ന കുറച്ച് പേര് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ചതി, വഞ്ചന അല്ലെങ്കിൽ വ്യക്തിഹത്യ, കരിവാരിത്തേക്കൽ, അത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ താരപരിവേഷമുള്ള മേഖലയിലാണ്. കാര്യം ഒരാളെ ഉയർത്താനും പെട്ടെന്ന് തച്ചുടച്ച് കളയാനും എളുപ്പമാണ്. ചില വ്യക്തിവൈരാഗ്യങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് താല്പര്യങ്ങൾ, പണം, ഇതൊക്കെ ലക്ഷ്യമിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നിസ്സാര ഈഗോ ക്ലാഷാണ് ഭൂരിപക്ഷവും. ആരോടെങ്കിലും ഉള്ള ഒരു ചെറിയൊരു ഈർഷ്യത, പിന്നെ അയാളുടെ കരിയർ, അയാളുടെ കുടുംബജീവിതം തന്നെ തൊലയ്ക്കുന്ന പരിപാടിക്ക് ചിലർ ഇറങ്ങി തിരിക്കുകയാണ്. പക്ഷേ ഈ ആരോപണം ഉന്നയിക്കുന്നവർക്ക് നഷ്ടപ്പെടാൻ ഒന്നും ഉണ്ടാവില്ല.
അവര് ചുമ്മാ അങ്ങ് ഇപ്പൊ ഈ സമീപകാലത്ത് വന്ന ആരോപണങ്ങളെല്ലാം തന്നെ, അതായത് ഈ സിനിമാ രംഗത്ത് ഇത്ര വലിയ ലൈംഗിക ചൂഷണം നടക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി തെളിവ് സഹിതം പുറത്തു വരേണ്ടത്. ഇതിന് ആരോപണം ഉന്നയിക്കുന്നവർ ഇങ്ങനെ ആരോപണം ഉന്നയിച്ചിട്ട് അങ്ങ് പോവുക, പിന്നെ അവരെ ഒരു പ്രതികരണത്തിന് പോലും കിട്ടത്തില്ല. പിന്നെ അത് മറ്റേയാളുടെ ബാധ്യത ഏതാ? അങ്ങനെ അതെ, ഈ ആരോപണ വിധേയന്റെ ഉത്തരവാദിത്തമായി മാറുകയാണ്. അല്ല, ഞാൻ പറയുന്നത് ഈ സമയത്ത് ഈ ആരോപണം ഉന്നയിച്ച ആളെ കൂടെ വിളിച്ചിരുത്തിയിട്ട് ചോദ്യം ചർച്ച ചെയ്യപ്പെടണം. കാരണം ഈ രഞ്ജിത്തിന്റെ ഈ പ്രകൃതി വിരുദ്ധ ലൈംഗികം രഞ്ജിത്ത് നടത്തിയെന്ന് പറഞ്ഞപ്പോൾ അന്തി ചർച്ചകൾ നടത്തിയ ചാനലുകളുണ്ട് ഇവിടെ. ഇവര് ഈ സമയത്ത് ആരോപണം ഉന്നയിച്ച യുവാവിനെ വിളിച്ചിരുത്തിയിട്ട് ചോദിക്കണം, ഇന്ന കാരണങ്ങളാണ് ശേഷമാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം പോലും രഞ്ജിത്തിന് രാജിവെക്കേണ്ടി വന്നത്. അപ്പൊ ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ക്രൂശിക്കപ്പെട്ടത്, തേജോവധം ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നടൻ ജയസൂര്യക്ക് ഇതേപോലെ അനുഭവം ഉണ്ട്. അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചയാള് ആ സംഭവം ഉണ്ടായ സമയവും മറ്റും കാര്യങ്ങളും വെച്ചിട്ടാണ് ഒരു സ്ത്രീ, ഒരു ചെറിയൊരു സഹനടി അവർ ആരോപണം ഉന്നയിച്ചത്. പക്ഷെ അതിനുശേഷവും അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ജയസൂര്യയുമായിട്ട് വളരെ സൗഹൃദത്തിൽ ഇരിക്കുന്ന ഫോട്ടോകളും മറ്റു കാര്യങ്ങളും ഒക്കെ പങ്കിടുന്നു, പോസ്റ്റുകൾ ഇടുന്നു. അപ്പോൾ ഇത്തരം ഗുരുതരമായ ഒരു തിക്താനുഭവം തനിക്ക് ഉണ്ടാക്കിയ ആൾ അത് കഴിഞ്ഞ് പിന്നീട് അതെല്ലാം അങ്ങ് മാറി. ഇവർ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ ഈ തെളിവുകൾ അവിടെ അവശേഷിക്കുന്നുള്ള കാര്യം ബോധപൂർവ്വം അങ്ങ് മറന്നു പോകും. അതെ അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഞാൻ പറയുന്നത് ഈ എന്താ പറയുക, ഒരു തെറ്റ് പിന്നെ ഇല്ലാ കഥ പറഞ്ഞ് വയ്ക്കുന്ന ഒരാൾ അത് വിശ്വസിച്ച് ആർക്കാണോ ആരോപണം ഉന്നയിച്ച് അയാളെ വലിയ രീതിയിൽ തേജോവധം ചെയ്ത് അയാളെ സമൂഹത്തിന് ഏതൊക്കെ തരത്തിൽ അയാളെ വെട്ടിവീഴ്ത്താൻ കഴിയുമോ അത്തരത്തിൽ അയാളെ ക്രൂരമായി ഉപദ്രവിക്കുന്ന മാധ്യമങ്ങൾ, ആ മാധ്യമങ്ങൾ പിന്നീട് അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കാണുമ്പോൾ മൗനം ഭജിക്കുന്നു. ഇപ്പം നടൻ മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച ആൾ ഇതേപോലെ ഒരു ആരോപണം ഉന്നയിച്ചു, പിന്നീട് അത് പിൻവലിക്കുന്നു, പിന്നീട് ഉന്നയിക്കുന്നു, പിന്നീട് പിൻവലിക്കുന്നു. ആ ഒരു കളി കളിച്ചോണ്ടിരിക്കും. രസം എന്താ വെച്ചാൽ ഈ ആരോപണം ഉന്നയിക്കുന്നവരുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യും. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് അറിഞ്ഞൂടെ തന്നെ ചോദിക്കുകയാണ്. ഒരാള് പീഡിപ്പിക്കുന്നു, നമ്മുടെ ശരീരത്തിൽ ഒരാള് തൊടുന്നു, ഈ തൊടുമ്പോൾ ആ തൊടുന്നത് അല്ലെങ്കിൽ നമ്മളെ പീഡിപ്പിക്കുന്നത് പിന്നെ നമ്മളെ ലൈംഗികമായി ഉപയോഗിക്കുന്നു എന്ന് ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നില്ലേ? പിന്നെ അത് 10 കൊല്ലം കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അന്ന് അയാൾ എന്നെ കഴിഞ്ഞ ദിവസം വന്ന സുപ്രീം കോടതിയുടെ വിധി ഇതിൽ പ്രസക്തമാണ്. അതായത് വിവാഹിതയായ സ്ത്രീക്ക് ഒരു കാരണവശാലും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് കേസ് കൊടുക്കാൻ അവകാശമില്ല സുപ്രീം കോടതി. അത് ഈ കാലഘട്ടത്തിന്റെ വിധിയാണ്, ഈ കാലഘട്ടത്തിൽ പ്രസക്തമായ ഒരു വിധിയാണ്. കാരണം ഈ ഏറിയ പങ്ക് ആരോപണങ്ങൾ വരുന്നതെല്ലാം ഈ ഒരു ഘട്ടത്തിൽ ഉഭയസമ്മതപ്രകാരം ശാരീരിക ബന്ധത്തിൽ പുലർത്തുകയും പിന്നീട് അവർ തമ്മിലുള്ള സൗഹൃദം തെറ്റിപ്പിരിയുമ്പോൾ എന്നെ വിവാഹ വാഗ്ദാനം നൽകി ദുരുപയോഗം ചെയ്തു എന്ന ആരോപണം, ഈ ആരോപണത്തിന് വിധേയനാകുന്നയാളുടെ ജീവിതം, അയാളുടെ കരിയർ, അയാളുടെ പൊതുജീവിതം എല്ലാം തീർന്നു അതോടുകൂടി. കാര്യം ഇവർ ഒരു കാലഘട്ടത്തിൽ രണ്ടുപേരും തമ്മിൽ നല്ല സൗഹൃദമായിരുന്നു. അപ്പോൾ രണ്ടുപേരുടെയും ഉഭയസമ്മതപ്രകാരം ഉള്ള ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ നേരെ ഇത് സമാനമായ സാഹചര്യം തന്നെ സിനിമാ മേഖലയിൽ നടക്കുന്ന കാര്യം. ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്കാർ ഉഭയസമ്മതപ്രകാരമാണ് പല കാര്യങ്ങളും നടക്കുന്നത്. അത് മനുഷ്യ സഹജമായ ചില സംഗതികളാണ്. പക്ഷെ പിന്നീട് സൗകര്യപൂർവ്വം ഇവരെയൊക്കെ കരിവാരി തേക്കുന്ന ഒരു ഏർപ്പാടിന് അങ്ങ് ഇറങ്ങിത്തിരിക്കുന്നുണ്ട് ഒരു വിഭാഗം. അല്പമെങ്കിലും നാണവും ഉളുപ്പും ഉണ്ട് എങ്കിൽ ഈ മാധ്യമങ്ങൾ ഈ രഞ്ജിത്തിനെ പൊതുസമൂഹത്തിലിട്ട് വലിച്ചു കീറി നാണം കെടുത്തിയ ഈ മാധ്യമങ്ങൾ അത് ആ കേസ് റദ്ദാക്കപ്പെട്ടു അല്ലെങ്കിൽ ആ കേസ് ഇല്ലാതായി എന്ന് പറയുമ്പോൾ അത് കൃത്യമായി ചർച്ച ചെയ്ത് പൊതുസമൂഹത്തെ അറിയിക്കാനുള്ള ബാധ്യത ഇവർക്കുണ്ട് എന്ന് മറക്കാതിരിക്കുക.